ആരുടെ ബൈക്ക് ചെക്ക് ചെയ്യുന്നു? ഇവിടെ ആരും മേക്കപ്പ് ചെയ്തിട്ടില്ല. ബൈക്ക് ചെക്ക് ചെയ്യുമല്ലടാ, കഴിഞ്ഞ സ്റ്റേജിലെ കമ്മിറ്റിക്കാർ ഒന്ന് വളഞ്ഞു വെച്ച് അടിച്ചു വാടാ. ഇവരെ പിടിച്ച് മാറ്റടാ. നീ അങ്ങോട്ടും ചെല്ലണം. നീ ഇടവേള കഴിക്കണം. എന്റെ ഫസ്റ്റ് സീനപ്പോൾ ആദ്യം ഇടവേള വരെ ഒന്ന് എത്തിപ്പിക്കും. ആചാര്യൻ നമ്മുടെ ഫുഡെപ്പോഴാചാര്യൻ? ഫുഡൊക്കെ നാടകം കഴിഞ്ഞ്. അപ്പൊ ഇന്നും പട്ടിണി. അതെ, ഈ നാടകത്തിന് മുമ്പ് ഫുഡ് കഴിക്കുമല്ലേ? വെച്ച നോൺ വെജ് ആര് വെച്ചാലല്ല വന്ന് കഴിച്ചാൽ പോലെ. ഒന്നും കൊടുക്കണ്ട, വെറുതെ അതൊക്കെ കേൾപ്പിച്ച് ആധാരെ കൂട്ടണ്ട. ആരും അറിയാതെ രഹസ്യമായിട്ട് കളിച്ചിട്ട് നമുക്ക് ഇവിടെ രക്ഷപ്പെടാവുന്ന ആചാര്യ. ഓ, നാളെയാണോ കളി? ഉദാഹര, നീ ഒരു മനുഷ്യനാണ്. എടാ, എന്നും ഇങ്ങനെ പട്ടിയെപ്പോൾ തല്ലുകൊള്ളണോ? വല്ലപ്പോഴും ഒന്ന് വീട്ടിൽ അടങ്ങി വന്ന് കിടക്കാൻ നോക്കും. നാളെ എവിടാ കളി? എന്നാ പിന്നെ പൂജ കൊടുക്കണം. ആ, നീ ഞാൻ കത്തിക്കത്തില്ല. അതല്ല, കഴിഞ്ഞ ദിവസം ഞാൻ കത്തിച്ചിട്ട് പരിപാടി പറഞ്ഞു പോയിട്ട് എന്നെ വെച്ചിട്ട് കയറിയതാ. ഞാൻ കത്തിക്കത്തില്ല. എന്നാ സുധാകരൻ കത്തിക്കും. ഞാൻ ഒരു കത്തിക്കത്തില്ല. അതല്ല, എന്നിട്ട് വേണം എന്തെങ്കിലും പറ്റിട്ട് എന്നെ വെച്ചിട്ട് കയറാൻ. ആരും കത്തിക്കണ്ട, ഞാൻ തന്നെ അതാ എന്തെങ്കിലും പറ്റിയ ആശം തന്നെ അനുഭവിച്ചോളൂ. തിരുവനന്തപുരം പുഞ്ചിരി തീറ്റിയെ അഭിമാന പുരസ്കാരം അവതരിപ്പിക്കുന്നു. ഈ വർഷത്തെ ഏറ്റവും പുതിയതാണ്. വെട്ടൊന്ന് കുന്തം രണ്ട്. അമ്മേ 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 അമ്മ അമ്മേ അമ്മോ കാത്തുരക്ഷിക്കണേ. നീണ്ട 16 വർഷം ഈ കുളക്കടവിലെ പൂഴിമണ്ണുമായി ഈ അപ്പനൊരു പ്രതിജ്ഞയെടുത്തു. കണിമംഗലം കോവിലകത്തിന്റെ നാശം. ഇതൊക്കെ ഇവിടെ പറയേണ്ട കാര്യം. തുടക്കത്തിൽ ഒരു വണ്ടി കിട്ടാൻ വേണ്ടി മതിൽ വിളിച്ച് വീശിയതാ. ചുമ്മാ. എന്തോ എന്നോട് കാര്യം പറയാനുണ്ടായിരുന്നു. എന്താ അത്? പുതുതായി ജോലിക്ക് വന്ന വേലക്കാരിയെ ഉടനെ അങ്ങ് പറഞ്ഞു വിട്ടേക്കണം. അവളെ വീട്ടിൽ ഒരു ജോലിയും ചെയ്യുന്നില്ല. അത് നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലായി? ഇന്ന് രാവിലെ നീ അമ്പലത്തിൽ പോയ സമയത്ത് ഞാനവരുടെ മുറിയിലോട്ട് ചെന്നപ്പോൾ അവൾ എന്നോട് പറയുക, ആ വെള്ളം വാങ്ങി വെച്ചേക്കാൻ. ഇതിലും ഭേദം നമ്മുടെ ആ പഴയ ജോലിക്കാരി ശാന്ത തന്നെയായിരുന്നു. ഇല്ലിക്കൽ തറവാട്ടിൽ രാജശേഖരൻ തമ്പി. ഇന്നലെ രാത്രിയിൽ നിന്റെ മുറിയിൽ ആരോ നിൽക്കുന്നതായി എനിക്ക് തോന്നി. അത് പിന്നെ അതൊരു നിഴലായിരുന്നു. നിഴൽ പോലും നിഴൽ. എന്റെ പൊന്നുമോൾ നാളെ ആ നിഴൽ വരുമ്പോൾ പറയണം, ഉമ്മറിച്ച് കിടന്നുറങ്ങുന്ന നിന്റെ അച്ഛന്റെ നെച്ചാകൂടി കവട്ടി പൊളിക്കരുത്. നിങ്ങൾക്ക് ഈ വീടിനെ കുറിച്ച് വലിയ വിചാരവുമുണ്ടോ? ഇവിടെ ഉപ്പില്ല, മുളകില്ല, അറിയില്ല. ഇന്നലെ അല്ലേ നിനക്ക് ഞാനൊരു 100 രൂപ തന്നത്? ആ 100 രൂപ കൊടുത്ത് ഞാനൊരു പാവാട വാങ്ങി. എന്നാൽ ആ പാവാടയുടെ കഞ്ഞിയും വെച്ച് അതിന്റെ വണ്ടി വഴി തോട്ടം വെക്കും. നിന്റെയൊക്കെ ദൂരത്തപ്പം കൂടുന്നുണ്ട്. നിങ്ങളോട് അങ്ങനെ തന്നെയാ വേണ്ടത്. നിങ്ങൾ ഇന്ന് രാവിലെ എന്താ ചെയ്തത്? ആഹാരം കഴിക്കുന്നതിന് മുമ്പ് ദൈവത്തോട് നന്ദി പറഞ്ഞു. എടി, ഒരു ഭക്ഷണത്തിന് ഒരിക്കൽ നന്ദി പറഞ്ഞാൽ പോരെ. ഞാൻ രാവിലെ കഴിച്ചത് പഴങ്കഞ്ഞിയായിരുന്നു. ആ, ഞാൻ പുറത്തുപോയി വല്ലതും കഴിച്ചിട്ട് വരാം. അതെന്താ നിങ്ങൾ ഇവിടെ നിന്ന് കഴിക്കാൻ? കാറ്റാരികളോട് മല്ലടിച്ച് ഞാൻ മടുത്തു സാവിത്രി, മടുത്തു. എങ്കിൽ ആ ഫോണം കട്ട് ചെയ്താല് അവൾ ശ്രീധരത്തിന്റെ ബാലകൃഷ്ണ വയ്ക്കാൻ വിളിക്കുന്നതായിരിക്കും. നീ അങ്ങോട്ട് പോ സാവിത്രി. എന്താ? എടി, എനിക്കൊരു സംശയം. എന്താണ്? നമ്മുടെ മകൾ ആരും പ്രേമിക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അതെന്താ നിങ്ങൾക്ക് അങ്ങനെ തോന്നാൻ കാരണം? കുറച്ചു നാളായി അവളുടെ മൊബൈൽ റീചാർജ് ചെയ്യാൻ എന്നോട് പൈസ ചോദിക്കുന്നേയില്ല. ഒരക്ഷരത്തിൽ കൂടുതൽ എന്ത് ഭാഗ്യമാണ് ഉണ്ടാകേണ്ടത്. കമ്പീട്ട, ഇങ്ങനെ ഒരു മകളെ കിട്ടാൻ നമ്മൾ പുണ്യം ചെയ്യണം. പുണ്യമലടി, സവസ് ചെയ്യണം. അതാരാ?
മനസ്സിലായില്ല. എന്നെ മനസ്സിലായില്ലേ? പണ്ട് കുട്ടിക്കാലത്ത് ഈ പാടത്തും പറമ്പിലും ഓടി നടന്ന് ബൈക്കിലെ മേച്ചു നടന്ന ഒരു പൊടിമേശക്കാരൻ. ആ കാര്യം പയ്യെ ഓർക്കുന്നില്ലേ? അതെ. അപ്പോ എടാ രോഹി, അയ്യോ അയ്യോ, എന്റെ 12 പശുക്കളെയാണ് നീ എന്ന് അടിച്ചോണ്ട് പോയത്. എവിടെയാ എന്റെ ആ പശുക്കൾ? അതിന്റെ രാജമല്ലേ ഞാനത് മോപ്പയ്ക്ക് വണ്ടി കയറിയത്. അമ്മായി, എന്റെ ലക്ഷ്മി എവിടെ? നീ പോയതിനു ശേഷം അവൾ ഊണില്ല, ഉറക്കമില്ല. എന്തിനേറെ പറയുന്നു, അവൾ ജലപാനം കുടിക്കുന്നത് പോലുമില്ല. അമ്മായി, എവിടെയാണ് ലക്ഷ്മി? ആ വടക്കപ്പറമ്പിലെ തൈലങ്ങയിൽ കെട്ടിയിട്ടുണ്ട്. നീ അടച്ചു കൊണ്ടുവന്നാൽ നമ്മൾ കാടിയിൽ കൊടുക്കും. കുടിച്ചായി നിനക്ക് നിങ്ങളെവിടെ പോകുന്നു? അവനെ എനിക്കല്ലേ അറിയൂ. നീ ആ പശുവിന് കൊടുക്കാനുള്ള കാഴി അവനെങ്ങാനും എടുത്ത് കുടിക്കാലോ. മോളെ, എന്താ അമ്മേ? നീ ഇനി വന്നേ. എന്താ കാര്യം? ഈ വീട്ടിൽ പുതിയ ഒരാൾ കൂടി വന്നിട്ടുണ്ട്. ഇനി പഴയതുപോലല്ല. നീ അവനോട് കൂടുതൽ കൊല്ലാനും കുടിയാനൊന്നും നിൽക്കണ്ട. നിന്നെ സൂക്ഷിക്കാൻ നീ മാത്രമേ ഉള്ളൂ മോളെ. അത് തന്നെ എനിക്ക് അമ്മയോട് പറയാനുള്ളത്. അമ്മ കേവലം ഒരു കാര്യത്തിന് വേണ്ടി ഒഴിഞ്ഞു വെക്കാനുള്ളതല്ല എന്റെ ജീവിതം. അങ്ങനെ തന്നെ അമ്മയുടെ എന്റെ മകൾ. എനിക്കറിയാം എന്റെ മകൾ എന്നെ തോൽപ്പിച്ചില്ല. അമ്മയമ്മേ, പക്ഷേ എന്റെ മനസ്സിൽ ഒരാൾ മാത്രമേ ഉള്ളൂ. ആരുള്ളത്? എന്റെ മാത്രം ചുമ്മിയാകരുത് മോളെ. മോളെ, അമ്മ ഉപദേശിക്കുകയാണ്. നീ കരുതരുത്. എനിക്ക് പറ്റിയ തെറ്റ് നീയായിട്ട് ആവർത്തിക്കരുത്. എന്നോട് കൊടുക്കണം. ഞാൻ എന്റെ കൂടെ കൊടുത്താൽ സന്ധ്യയുടെ അച്ഛൻ അങ്ങേക്ക് പിന്നാലുണ്ട്. അതല്ല, സന്ധ്യയുടെ കുഞ്ഞിന്റെ വയറ്റിൽ എന്റെ ഒരു അച്ഛൻ വളരുന്നത്. എന്തൊക്കെയാണ് നീ പറയുന്നത്? ടെൻഷൻ കൊണ്ട് വയറുമാറി പോയതാ. ആണോ പെണ്ണോന്ന് അറിയില്ല. അതിന് നീ സ്കാൻ ചെയ്ത് നോക്കണം. ഞാൻ എന്താണ് കേൾക്കുന്നത്? ഇല്ലെങ്കിൽ രാജശേഖരൻ തങ്ങളുടെ മകൾ ഗർഭിണിയാണോ? മോനെ, അച്ഛന്റെ സ്വഭാവം നിനക്ക് അറിയാമല്ലോ. വെട്ടൊന്ന് കുണ്ടും രണ്ടതാണ്. അയ്യോ, നീയായിട്ട് അച്ഛനോട് പറയാൻ നിൽക്കണ്ടേ മോനെ. നീയും പറയരുത്. ഇതിങ്ങനെ നിന്റെ അച്ഛൻ അറിഞ്ഞാൽ പിന്നെ ഇവിടെ എന്താ സംഭവിക്കാന്ന് അറിയില്ല. നമ്മൾ മൂന്ന് പേരും അല്ലാതെ മറ്റൊരാൾക്ക് അറിയാൻ പാടില്ല. മോനെ, നിന്റെ അച്ഛൻ വന്നു. നിങ്ങളെ പറഞ്ഞേക്കട്ടെ. അറിയില്ലേ? അറിഞ്ഞ നിങ്ങളുടെ മോള് ഗർഭിണിയാണെന്ന്. അയ്യോ തപ്പേണ്ട. വേണ്ട. അയ്യോ വേണ്ട. അത് കേട്ടോ വെട്ടൊന്ന മുറി രണ്ട്. അതാണ് ഇല്ലിക്കൽ രാജശേഖരൻ നമ്മുടെ സ്വഭാവം. ഇനി എവിടെയാണല്ലോ സംഭവിച്ചിരിക്കെ? പോക എന്റെ കറും നിന്ന് പോക. അങ്ങനെ ഞങ്ങളെ വെറുതെയോട് ആക്കി വായിക്കാൻ കരുതണ്ട. അതെ, കിട്ടാനുള്ള കിട്ടാതെ ഞങ്ങൾ ഈ വീട്ടിന്റെ പണി ഇറങ്ങിയല്ല. നമ്മുടെ മോള് ചോദിക്കുന്നത് കേട്ടില്ലേ? നിങ്ങൾ എന്തെങ്കിലും ഒന്ന് പറ. പറയാം. എങ്കിലൊന്ന് പറഞ്ഞു തൊലക്ക്. എന്റെ മോൾക്ക് കോട്ടയത്ത് ഒരു 15 സെന്റ് സ്ഥലവും ഒരു വാർത്ത വീടും. മോനിക്ക് വന്നേ. എന്താ അതെ, നിന്നെ ഞാനൊരു മരുമകനായി ചല്ല ഞാൻ പിന്നെ മോനെടുത്ത
മോഹിനിയാട്ടമല്ല, മോനായിട്ടാണെന്ന്. എന്റെ മരുമോനത് കൊല്ലത്തൊരു 28 സെന്റ് സ്ഥലവും ഒരു ഫ്ലാറ്റും. എന്താ എന്ത് പറ്റി? സൗത്രേ, അയ്യോ, ഈശ്വര, നമ്മുടെ മകൾക്കെല്ലാം കൊടുക്കാമെന്ന് പറഞ്ഞിട്ടും നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ നിന്ന് കരയുന്നത്? സൗത്രി, എന്തോ ഞാനിതൊക്കെ കൊടുക്കാമെന്ന് പറഞ്ഞു. പക്ഷേ ഇതൊക്കെ ഞാൻ എവിടുന്നെടുത്തിട്ട് കൊടുക്കുവാടി? ഈശ്വര